നമുക്കിപ്പോ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് സംശയം തോന്നുന്ന തരത്തിലാണ് ബഹുമാന്യായ ശൈലജ ടീച്ചറുടെ വാചകം വന്നത്. സദാനന്ദൻ എന്ന് പറയുന്ന ഒരു അധ്യാപകനെ, അദ്ദേഹം ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആവട്ടെ, 2 കാലും വെട്ടിയെറിഞ്ഞ് ആ കേസിൽ വർഷങ്ങൾക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രതിയായ അവർ സുപ്രീം കോടതി വരെ സർക്കാരും പാർട്ടിയും ഒക്കെ ശ്രമിച്ചിട്ടും ആ കേസ് പോയില്ല. അവരെ സുപ്രീം കോടതി അവസാനം ശിക്ഷിച്ചു. ഇനി ജയിലിൽ പോവുകയല്ലാതെ വേറൊരു വഴിയുമില്ലെന്നായി. അദ്ദേഹത്തിന് ആ ആളുകൾക്ക് സ്വീകരണം കൊടുത്ത വിഷയത്തെക്കുറിച്ചാണ് ശൈലജ ടീച്ചർ പറഞ്ഞത്. എന്താ പറഞ്ഞത്? അവർ ദേശസ്നേഹത്തിന്റെ, രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജയിലിൽ പോകുന്നവരാണ്. ദേശസ്നേഹമോ രാഷ്ട്രീയ പ്രവർത്തനമോ? ഇതാണോ ദേശസ്നേഹം? ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം? എന്തഭിപ്രായ വ്യത്യാസം ഉണ്ടാവും? ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന് CPM ഇതുവരെ അംഗീകരിച്ചിട്ടില്ലേ? ഒരു അധ്യാപകന്റെ, ഒരു മനുഷ്യന്റെ 2 കാലും വെട്ടി ദൂരെ എറിഞ്ഞിട്ട് അയാളുടെ ജീവിതം വഴിമുട്ടിയ ഒരു ഘട്ടത്തിൽ അയാൾ ആ കേസിലെ പ്രതികളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. ആ സദാനന്ദൻ എന്നയാളെ ഒരു ബന്ധവുമില്ലാത്ത രൂപത്തിൽ അദ്ദേഹത്തിന് ഒരു കഴിവും ഇതുവരെ നമ്മൾ തെളിയിച്ചിട്ടില്ല. അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് വെച്ച ഒരു സർക്കാർ കൂടി, കേന്ദ്ര സർക്കാർ. എന്തിനാണ് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് വെച്ചതെന്നറിയില്ല. സുരേഷ് ഗോപി മുതൽ സുനിൽ ഗവാസ്കർ വരെയുള്ളവരെ വിട്ടപ്പോൾ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറോ അല്ലെങ്കിൽ അമിതാഭ് ബച്ചനോ ഒക്കെ പോയാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇത് ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന്റെ കാല് CPM-കാർ വെട്ടി. അതാണ് അദ്ദേഹത്തിന് രാജ്യസഭയിൽ കിട്ടാനുള്ള ഏറ്റവും വലിയ യോഗ്യത. അത് BJP-യുടെ വശമാണെങ്കിൽ ആ കാല് വെട്ടിയ ക്രിമിനലുകളെ എങ്ങനെയാണ് രാജ്യസ്നേഹികളായി അവർക്ക് യാത്രയപ്പ് കൊടുത്തു? അവരുടെ യാത്രയപ്പ് ഈ പറഞ്ഞതുപോലെ ഏതോ വലിയ പാർലമെന്റ് ആക്രമണം നടത്തി പ്രതികളായ ഭഗത് സിംഗിന് യാത്രയപ്പ് കൊടുത്ത പോലെയാണ് പറയുന്നത്. എങ്ങനെയാണ് കണ്ണൂരിൽ അല്ലെങ്കിൽ ഉത്തര കേരളത്തിൽ ഈ ഹിംസയുടെ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ കഴിയുക? ഹിംസയുടെ രാഷ്ട്രീയത്തിന് അത് രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റില്ല, രാഷ്ട്രീയം എന്നാ ഞാൻ പറയാം. കണ്ണൂരിലെ കൊലപാതകങ്ങൾ BJP ആയാലും CPM ആയാലും കോൺഗ്രസ് ആയാലും SDP ആയാലും അതൊന്നും രാഷ്ട്രീയ കൊലപാതകങ്ങളല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ അക്രമങ്ങളല്ല, അരാഷ്ട്രീയമാണ്. കാരണം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ? ജനാധിപത്യത്തിൽ ഒരാശയത്തിനെതിരെ മറ്റൊരാശയം കൊണ്ട് നമ്മൾ പോരാടുക എന്നതാണ്. അത് ആശയപരമാണ്. ആശയപരമായിട്ടാണ് നമുക്ക് എതിർക്കാലോ. അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്, അതിനുള്ള എല്ലാ അവസ്ഥയും ഉണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെങ്കിലും ശക്തമായ ഒരു പാർട്ടി ഘടനയുണ്ട്. ഇപ്പോൾ അവർക്ക് ഭരണമുണ്ട്. ഏതാശയത്തെയും ആശയപരമായി എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു ശേഷി CPM-നുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നത്? BJP-കാർ തിരിച്ചു. RSS CPM സംഘടന ഇപ്പൊ തൽക്കാലം ഒന്ന് ഒഴിഞ്ഞിട്ടുണ്ട്. അത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിലാന്ന് പറയില്ല. എന്തായാലും നല്ല കാര്യം. ഞാനത് എന്ത് അഡ്ജസ്റ്റ്മെന്റിന്റെ പേരിലായാലും അത് നല്ലതായിട്ട് ഞാൻ കരുതുന്നു. പക്ഷേ ആ ഹിംസയുടെ അരാഷ്ട്രീയത്തിന്, ആ തീയിന് എണ്ണ പകരുകയാണ് ശൈലജ ടീച്ചറെ പോലെയുള്ള ആളുകൾ ചെയ്യുന്നത്. അവരൊക്കെ നമ്മൾ കുറച്ചൊക്കെ ബഹുമാനമുള്ള, കുറച്ചൊക്കെ മനുഷ്യത്വമുള്ള ഒരാളായിട്ടാണ് കരുതിയിട്ടുള്ളത്. ഇവിടെ മനുഷ്യത്വത്തിന്റെ അവസാനത്തെ തുള്ളി വരെ ഇല്ലാതായിരിക്കുന്നു. ഇന്ത്യയിലെ നിയമവ്യവസ്ഥയാണ് അവരെ ശിക്ഷിച്ചത്. ആ നിയമവ്യവസ്ഥയുടെ അറ്റം വരെ, സുപ്രീം കോടതി വരെ പോകാൻ കഴിഞ്ഞു. എന്നിട്ടും അവർക്ക് രക്ഷ കിട്ടിയില്ല. എങ്കിൽ അവർ ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ? അങ്ങനെയല്ലേ നിയമവ്യവസ്ഥയോട് ബഹുമാനമുള്ള ആളുകൾ ചെയ്യുക? TP കേസിലെ പ്രതികളെ കുറിച്ച് വളരെ മുമ്പേ തന്നെ പരാതികളുണ്ട്. ആ ഇരട്ട ജീവപര്യന്തവും ഒരു പരോളും ആനുകൂല്യങ്ങളും കൊടുക്കരുത് എന്ന് ഹൈക്കോടതി കൃത്യമായി വിധിച്ച പ്രതികളാണ് ഇവരടക്കം കൊടിസൂനിയെ പോലെയുള്ള ആളുകൾ, കിർമാണി മനോജ് പോലെയുള്ള ആളുകൾ. അവർക്ക് എന്തെല്ലാം സൗകര്യമാണ് കൊടുക്കുന്നത്? നമുക്കറിയാം, അവര് ഫേസ്ബുക്ക് ലൈവ് ഇട്ടു ജയിലിൽ കിടന്നുകൊണ്ട്. നമുക്ക് വേറെ ആർക്കെങ്കിലും ആണെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റും. എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ട് മൊബൈൽ ഫോൺ കിട്ടാൻ. ബർമുഡ ഇട്ട് ഫേസ്ബുക്ക് ലൈവ് ഇട്ട ടീമാണ് ഇവര്. അത് മാത്രമല്ല, കൊണ്ടുപോണ വഴിക്കൊക്കെ കുഞ്ഞനന്ദനൊക്കെ കൊണ്ടുപോകുമ്പോൾ ഭാര്യയെ കാണാൻ അനുവദിക്കുക, റൂമിലേക്ക് പോകാൻ അനുവദിക്കുക, പോലീസ് കോടതിയിൽ കൊണ്ടുപോകുമ്പോഴാ. ഇവിടെ ഇതാ വളരെ രസകരമായൊരു സംഭവം. അവർക്ക് പരോളിന്റെ ബഹളം കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ TP കേസിലെ ഒരു പ്രതിയെ പോലീസ് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് സ്മോൾ വേണമെന്ന് പറഞ്ഞു കൊടുക്കാതിരിക്കുക എങ്ങനെ? അന്ത്യാഭിലാഷല്ലേ അല്ലേ? തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്നല്ലേ അല്ലേ? എനിക്കൊരു തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ എനിക്കൊരു സ്മോൾ കഴിക്കണം എന്ന് പറഞ്ഞാൽ കുറ്റമൊന്നുമല്ല. ഇത് അതാണോ? അല്ലല്ലോ. കുടിച്ചു കൂത്തമാടുന്ന കോടതി കുറ്റക്കാരെന്ന് കണ്ട് ജയിലിൽ കഴിയുന്ന പ്രതികൾ എന്തുകൊണ്ടാണ് അവർക്ക് ആ സൗകര്യം കിട്ടിയത്? ഒരേ ഒരു കാരണം കൊണ്ടാണ്. അവര് ഭരണകക്ഷിയുടെ കയ്യാളുകളായി പ്രവർത്തിച്ചവരാണ്. സംഭവം ഇതൊന്നുമല്ല. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം അതല്ല. ഇവരെ സുഖിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ കുഴപ്പമുണ്ട്. കാരണം പണ്ട് പറഞ്ഞ പോലെ വെട്ടിയവനെ പിടിച്ചിട്ടുള്ളൂ,
VS പറഞ്ഞതുപോലെ കൊന്നവനും കൊല്ലിച്ചവനും ഒരുപോലെ കുറ്റക്കാരാണ്. ആരാണ് കൊല്ലിച്ചത്? എന്തായാലും കൊടിസുനിക്കും ട്രൗസർ മനോജിനും കിർമാണി മനോജിനും TP ചന്ദ്രശേഖരനെ അറിയ പോലും ഇല്ലായിരുന്നു. പിന്നെ എന്തിനാ അവർ കൊന്നത്? വളരെ കൃത്യമാണ്, തലയ്ക്ക് വെളിവുള്ള എല്ലാവർക്കും അറിയാം. അരിഭക്ഷണം കഴിക്കുന്ന ആ ഭാഷ പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും അറിയാം. TP ചന്ദ്രശേഖരൻ ഒജ്ജിയത്ത് CPM വല്ലാത്ത അസ്വസ്ഥത സൃഷ്ടിച്ചു. RMP ഉണ്ടാക്കി അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ അവകാശമാണ്. കേരളത്തിൽ നിലകൊള്ളുന്ന CPM എന്ന് പറയുന്ന പാർട്ടി തീർത്തും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ചളിക്കുണ്ടിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ അതിനെതിരെ ഒഞ്ചിയം രക്തസാക്ഷികളുടെ നാടിൽ നിന്നാണ് TP ചന്ദ്രശേഖരൻ ഉയർന്നു വന്നത്. അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യണം. അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യേണ്ടത് കിർമാണി മനോജിന്റെയോ കൊടിസുനിയുടെയോ ആവശ്യമേ അല്ല. ഇവൻ കുഞ്ഞനന്തന്റെ പോലും ആവശ്യമല്ല. അത് ആരുടെ ആവശ്യമായിരുന്നു? കണ്ണൂർ ജില്ലയിലെ കുഞ്ഞനന്തൻ എന്തിനാണ് കോഴിക്കോട് ജില്ലയിലെ വടകരയിലെ TP ചന്ദ്രശേഖരനോട് വിരോധം? അപ്പോൾ വലിയൊരു പ്ലാനിങ് അതിന്റെ മുമ്പിൽ നടന്നത്. ആദ്യത്തെ ശ്രമമല്ല, അതിന്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ പ്രതികൾ സത്യം പറഞ്ഞാൽ പല സിംഹാസനങ്ങളും ഇളകും. വലിയ നേതാക്കൾ അതിൽപ്പെടും. അതുകൊണ്ട് അവരെ സുഖിപ്പിച്ചു നിർത്തണം. അവരുടെ കല്യാണം നടത്തി കൊടുക്കണം. കുട്ടിയുടെ 28 കെട്ട് നടത്തി കൊടുക്കണം. അവരുടെ വീട് ബാലികാച്ചലിന് പോകണം. അവർക്ക് പരോള് കിട്ടണം. അവർക്ക് മദ്യം വേണമെങ്കിൽ മദ്യം കൊടുക്കണം. കഞ്ചാവ് വേണമെങ്കിൽ കഞ്ചാവ് കൊടുക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ കൊടിസുനി പരസ്യമായി മദ്യപിക്കുന്ന ചിത്രങ്ങൾ വന്നിട്ടും ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല. ഏത് ഗോവിന്ദച്ചാമിക്കും ചാടാവുന്ന ജയിലാണ് നമ്മുടേത് എന്ന് നമുക്ക് മനസ്സിലായിട്ട്. അത്രേ ഉള്ളൂ. അതിന് പകരം ചില ചാനലുകൾ, ചില യൂട്യൂബ് ചാനലുകളൊക്കെ പറയുന്നത് ഗോവിന്ദച്ചാമിയെ തന്നെ ഒരു ഓപ്പറേഷന് വേണ്ടി പുറത്തുവിട്ടതാണ്. അതറിയില്ല. അങ്ങനെയൊക്കെയുള്ള വാദങ്ങളുണ്ട്. ഈ കൊടിസുനിയൊക്കെ പുറത്തു വരുന്നത് ചില ആക്ഷന് വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട്. ഇവർക്കൊക്കെ പരോൾ കൊടുത്താൽ ഇവരൊരു ആക്ഷൻ നടത്തി പരോൾ കഴിഞ്ഞ് തിരിച്ചു വരും. ഇവർക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഈ കൊടും ക്രിമിനലുകൾ പരോൾ വാങ്ങി സാധാരണ മനുഷ്യരെക്കാൾ സന്തോഷകരമായി ജയിലിലും പുറത്തും ജീവിക്കുന്ന ആ അവസ്ഥ ജനാധിപത്യത്തിന് ഭൂഷണമല്ല. ഇവരെന്തോ വലിയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി എന്നാണ് ശൈലജ ടീച്ചർ പറയുന്നെങ്കിൽ കൊടിസുനി നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം കേരളത്തിന്റെ രാഷ്ട്രീയത്തിന് യോജിച്ചതല്ല. അന്ധമായി പാർട്ടിയെയും നേതാവിനെയും ബഹുമാനിക്കുന്ന കുറച്ചു പേർക്ക് ഒഴിച്ചാൽ കൊടിസുനിയെ പോലുള്ളവരുടെ പിന്തുണ ഒരു പാർട്ടിയും കൊടുത്തുകൂടാ. അത് ഏത് പാർട്ടിയാണെങ്കിലും. ഇത്രയും ക്രിമിനലുകളെ പാർട്ടികൾ പിന്തുണയ്ക്കുന്നതുകൊണ്ടാണ് ഹിംസയുടെ രാഷ്ട്രീയം വളരുന്നത്, ജനാധിപത്യം താഴോട്ട് പോകുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈലജ ടീച്ചറോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ഒരിക്കലും നിങ്ങളൊരു സ്ത്രീ കൂടിയാണ്. ഹിംസയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയത്തിന് വളമിട്ട് കൊടുക്കരുത്, ഏത് പാർട്ടിയാണ്.